ഇൻഷാല്ലാ നമുക്ക് ഇപ്പോൾ ഒരു സിഫാത്തുൽ ഹുറൂഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ലാ. പിന്നെ സിഫ എന്നുള്ളതിൻ്റെ ബഹുവചനാണ് സിഫാത്ത്. ഓക്കെ, സിഫ ജംഅ് സിഫാത്ത്. ഓക്കെ, അപ്പോൾ സിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സ്വഭാവം, ഒരക്ഷരത്തിൻ്റെ ഉച്ചാരണ സ്വഭാവം. ഓക്കെ, മഹ്റജ് എന്തായിരുന്നു? അക്ഷരത്തിൻ്റെ ഉത്ഭവ സ്ഥാനം. സിഫ പറഞ്ഞാൽ എന്താണ്? ഒരക്ഷരത്തിൻ്റെ ഉച്ചാരണ സ്വഭാവം. ഓക്കെ, രണ്ടും വ്യത്യാസമുണ്ട്, അറിയാമല്ലോ. പിന്നെ സിഫത്തിനെ പറ്റി പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഒരേ മഹ്റജ് പങ്കുവെക്കുന്ന അക്ഷരങ്ങളെ വ്യക്തമായി തിരിച്ചറിയാൻ. ഓക്കെ, ഉദാഹരണം ത, ദ, തൊ എന്നീ അക്ഷരങ്ങൾക്ക് ഒരേ മഹ്റജാണ്. ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ നിർബന്ധ സിഫാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ തീൻ, ദീൻ, തീൻ ത്വയീൻ, ദീൻ, തീൻ ആ ഒരു സിഫത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കേൾക്കുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും. അപ്പോൾ ഇവിടെ എന്താണ്? പോക്ക് അതിനെ കനപ്പിച്ചുച്ചരിക്കണം. അതിൻ്റെ സ്വഭാവം എന്താണ്? നല്ല കനപ്പിച്ചുച്ചരിക്കണം. ഓക്കെ, ദീന്, തീന് ഒക്കെ അതിൻ്റെതായ സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഉച്ചരിക്കണം. അല്ലെങ്കിൽ എന്താവും? സിഫത്ത് ഇല്ലെങ്കിൽ എല്ലാം ഒരേപോലെ കേൾക്കുമ്പോൾ ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ എന്താണ്? തലാഖ്, തൊലാഖ് രണ്ടും ത, തൊ അല്ലേ? പക്ഷെ നമ്മൾ തോന്ന് കനപ്പിച്ച് ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ എന്താവും? അതും തലാഖ്. മലയാളത്തിൽ എഴുതുന്ന പോലെ ത വെച്ചിട്ട് അങ്ങനെ തന്നെ ആയിപ്പോവും. അപ്പം ഈ അക്ഷരം വ്യക്തമായിട്ട് തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ സിഫത്തെല്ലാം നമ്മൾ നിർബന്ധമായിട്ട് ഇതാക്കണം, അപ്ലൈ ചെയ്യണം. ഇനി അക്ഷരത്തിന് അതിൻ്റെതായ ഹക്കും മുസ്തഹക്കും കൊടുക്കണം. ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ ഹക്കും മുസ്തഹക്കും കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അക്ഷരത്തിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരു സിഫ, ആ സിഫ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ത്വയീൻ എന്നുള്ളത് എന്താണ്? പോ എന്നുള്ളത് പിന്നെ അതിൻ്റെ ഇത് എന്താണ്? ആ ഒരു ഉച്ചരിക്കൽ അതിൻ്റെ ഇസ്തിഗ്ല, ഇത്ബാഖൊക്കെ അതിൻ്റെ ഹക്കാണ്. നേരെ മറിച്ച് അതിൻ്റെ ഫലമായിട്ട് വരുന്ന ഈ ഇത്ബാഖിൻ്റെയും ഇസ്തിഗ്ലാൻ്റെ ഒക്കെ ഫലമായിട്ട് വരുന്ന ഒരു ആ തഫ്ഹീം ഉണ്ടല്ലോ, കനപ്പിക്കൽ, അത് അതിൻ്റെ മുസ്തഹക്ക്. അതേപോലെ അന്ന എന്നൊക്കെ ഉള്ളത് എന്താണ്? അതിപ്പം നന്നായി മണിക്കൽ അതിൻ്റെ മുസ്തഹക്ക്. നേരെ മറിച്ച് മണിക്കൽ കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ല. ഓക്കെ, മുസ്തഹക്ക് എന്ന് പറയുമ്പോഴെന്താണ്? അർത്ഥത്തിന് വ്യത്യാസം വരില്ല. സമാ എന്നുള്ളത് സമ എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥത്തിന് വ്യത്യാസം വരില്ല. ഓക്കെ, അപ്പോൾ ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിൻ്റെ ഒരു ബേസിക് ഇതാണ്. അത് ആ ഹക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ അക്ഷരത്തിൻ്റെ അർത്ഥത്തിന് തന്നെ വ്യത്യാസം വരും. നേരെ മുറിച്ച് മുസ്തഹക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഹക്കെല്ലാം കൊടുത്തതിൻ്റെ ഫലമായിട്ട് വരുന്ന ആ ഒരു എൻഡ് റിസൾട്ടാണ് മുസ്തഹക്ക്. ചിലപ്പോൾ ഒരു അക്ഷരത്തിന് 2-3 സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ വരുന്ന ഒരു എൻഡ് റിസൾട്ടാണ് മുസ്തഹക്ക്. ഓക്കെ, പിന്നെ സിഫാത്ത് 2 ടൈപ്പ് ഉണ്ട്. സിഫകൾ, സ്വഭാവങ്ങൾ 2 ടൈപ്പ് സ്വഭാവങ്ങളുണ്ട്. വിപരീതമുള്ള സിഫ ഉണ്ട്, വിപരീതമില്ലാത്ത സിഫ ഉണ്ട്. ഓക്കെ, അതിന് വിപരീതമുള്ള സിഫത്തിന് എന്താ പറയുക? സിഫാത്ത് ലഹാ ദിദ്. സിഫാത്ത് ലഹാ ദിദ് പറഞ്ഞു നോക്കി. സിഫാത്ത് ലഹാ ദിദ്. ഇനി വിപരീതമില്ലാത്ത സിഫത്തിന് എന്താ അറബിയിൽ പറയാം? സിഫാത്ത് ലാ ദിദ്ദ ലഹ. പറഞ്ഞു നോക്കി. സിഫാത്ത് ലാ ദിദ്ദ ലഹ, വിപരീതമില്ലാത്ത സിഫ. ഓക്കെ, ഇനി വിപരീതമുള്ള സിഫ നമുക്ക് നോക്കാം. എത്ര എണ്ണമാണ്? 4 എണ്ണം എന്നാണ് ഇവിടെ കാണുന്നത്. ചില ബുക്കിൽ 5 എണ്ണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സിഫ ജസ്റ്റ് പേര് മാത്രം ഇപ്പോൾ എല്ലാവരും പറയാം. പിന്നെ എന്താണെന്ന് ഡീറ്റെയിലിൽ ഇൻഷാല്ലാ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സിഫ നമുക്ക് 3 പ്രാവശ്യം പറയാം. അൽ ജഹർ ഓപ്പോസിറ്റ് അൽ ഹംസ്. അൽ ജഹർ ഓപ്പോസിറ്റ് അൽ ഹംസ്. അൽ ജഹർ ഓപ്പോസിറ്റ് അൽ ഹംസ്. ഓക്കെ, ഹംസ് ജഹർ എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ്? ഷിദ്ദ റൊഹാവ ബൈനിയ. നമുക്കെല്ലാവർക്കും 3 പ്രാവശ്യം പറയാം. ഷിദ്ദ റൊഹാവ ബൈനിയ. ഓക്കെ, ഷിദ്ദ റൊഹാവ ബൈനിയ. ഓക്കെ, മൂന്നാമത്തത് അൽ ഇസ്തിഅല അൽ ഇസ്തിഫാൽ. അൽ ഇസ്തിഅല അൽ ഇസ്തിഫാൽ. ഇസ്തിഅല അഅല എന്നൊക്കെ പറയില്ല, ഉയർന്ന. ഓക്കെ, അൽ ഇസ്തിഅല. ഓക്കെ, ഇസ്തിഫാൽ. സുഫ്ല എന്ന് പറഞ്ഞത് എന്താണ്? താഴ്ന്നത്. അപ്പോൾ അൽ ഇസ്തിഫാൽ. ഓക്കെ, അൽ ഇസ്തിഫാൽ.
പിന്നെ നാലാമത്തത് എന്താണ്? അൽ ഇത്ബാഖ്, അൽ ഇത്ബാഖ്, അൽ ഇത്ബാഖ്, അൽ ഇൻഫിതാഹ്, അൽ ഇൻഫിതാഹ്, അൽ ഇൻഫിതാഹ്. ഓക്കെ. ഇനി അഞ്ചാമത്തെ ഒരു സിഫ ഉണ്ട്. അത് പിന്നെ ചില സ്കോളേഴ്സ് 4 സിഫാണ് പറഞ്ഞത്. ചിലർ ഇതും കൂടി എന്താണ് സിഫായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്താണ്? ഇസ്ലാഖ്, ഇസ്മാത്ത്, ഇസ്ലാഖ്, ഇസ്മാത്ത്, അൽ ഇസ്ലാഖ്, അൽ ഇസ്മാത്ത്. ഓക്കെ. ഇത് എന്താണ്? വ്യാകരണമായി സർഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിക്കും അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലൊക്കെ സ്വാധീനം നമുക്ക് ഇതിലാട്ടിലും ഇസ്മാത്തിലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പം ഓരോ അക്ഷരത്തിനും ഏറ്റവും കുറഞ്ഞത് 4 സ്വഭാവങ്ങളെങ്കിലും ഉണ്ടായിരിക്കും. ഓരോ അക്ഷരത്തിനും 4 ഇതിൽ ഒന്നെങ്കിൽ ജഹർ അല്ലെങ്കിൽ ഹംസ്, ഇതിലേതെങ്കിലും ഒന്നുണ്ടാവും. ഷിദ്ദ, റഖാവ, ബൈനിയ, ഇതിലേതെങ്കിലും ഉണ്ടാവും. ഓക്കെ. ഒന്നെങ്കിൽ ഇസ്തിലാൽ അല്ലെങ്കിൽ ഇസ്തിഫാലിലായിരിക്കും, ഇത്ബാഖിൽ അല്ലെങ്കിൽ ഇൻഫിതാഹിലായിരിക്കും. ഓക്കെ. അപ്പോൾ കുറഞ്ഞത് 4 സ്വഭാവമെങ്കിലും ഉണ്ടാവും. ഓക്കെ. ഇതിലുള്ള വിപരീതമുള്ള സിഫാത്തിൽ 4 സ്വഭാവമെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ. ഓരോ അക്ഷരത്തിനും അത് നമുക്ക് ഇൻഷാല്ലാ ഡീറ്റെയിലിൽ ഓരോന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കാം ഇൻഷാല്ലാ. ഇനി വിപരീതമില്ലാത്ത സിഫത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അത് ജസ്റ്റ് ആദ്യം പേര് മാത്രം പറയാം. അസ്സഫീർ, അസ്സഫീർ, അസ്സഫീർ. ഓക്കെ. അൽ ഖൽഖല, അൽ ഖൽഖല, അതെല്ലാവർക്കും അറിയാലോ. പിന്നെ മൂന്നാമത്തത് അൽ ഇൻഹിറാഫ്, അൽ ഇൻഹിറാഫ്. ഓക്കെ. അൽ ഇൻഹിറാഫ്, തക്രീർ. ചില ബുക്കിൽ തക്രാർന്നും ഉണ്ടാവും, ചില ബുക്കിൽ തക്രീർന്നും ഉണ്ടാവും. തക്രീർ, അത്തഫഷി, 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 അൽ ഇസ്തിതാല. എല്ലാവരും പറയണേ. അൽ ഇസ്തിതാല, അൽ ഇസ്തിതാല. പിന്നെ ഏഴാമത്തത് അല്ലീൻ, അല്ലീൻ. ഓക്കെ. എട്ടാമത്തത് അൽ ഗുന്ന, അൽ ഗുന്ന. ഓക്കെ. ഇനി നമുക്ക് ഇതൊന്ന് പറയാം. വിപരീതം ഉള്ള സിഫ. ഓക്കെ. വിപരീതമുള്ള സിഫ ഒന്നാമത്തെ ഏതാണ്? നമ്മളിവിടെ കണ്ടു, അൽ ജഹർ, ഹംസ് അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സിഫ അൽ ജഹർ, അൽ ഹംസ്. ഓക്കെ. ഇത് എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്? ശ്വാസത്തിൻ്റെ ഒഴുക്കിനെ. ഓക്കെ. ശ്വാസത്തിൻ്റെ ഒഴുക്കും പിടിച്ചു വെക്കലും അനുസരിച്ച് അക്ഷരങ്ങളെ തരംതിരിക്കുന്നു. ഓക്കെ. നമ്മളിപ്പം നോക്കാം. ശ്വാസം ഒഴുകാത്ത, ഫ്രീ ആയിട്ട് ഒഴുകാത്ത അക്ഷരത്തിന് ആ സിഫൻ്റെ പേരെന്താണ്? അൽ ജഹർ. ഓക്കെ. ശ്വാസം ഒഴുകാത്ത സിഫൻ്റെ പേര് അൽ ജഹർ. ഓക്കെ. 19 അക്ഷരങ്ങളാണ് അൽ ജഹറിലുള്ളത്. ഓക്കെ. ഇനി ഇപ്പുറത്ത് നോക്കാം. ശ്വാസം ഒഴുകുന്ന അക്ഷരങ്ങൾ അൽ ഹംസ് എന്നാണ് അതിൻ്റെ പേര്. ഹംസ് എന്ന് പറഞ്ഞാൽ ശ്വാസം ഒഴുകും. ഓക്കെ. ഹംസിൻ്റെ 10 അക്ഷരങ്ങളെ താഴെ കാണുന്ന വിധം ഒന്നിച്ച് ചേർത്തിരിക്കുന്നു. ഫഹസ്സഹു ഷഖ്സുൻ സകത്. എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറയും. ഫഹസ്സഹു ഷഖ്സുൻ സകത്. ഓക്കെ. ഇതിലെന്താണ്? വോക്കൽ കോഡ്, സ്വരനാള പാളികൾ, വോക്കൽ കോഡ് വേറിട്ട് അകന്ന് നിൽക്കുന്നത്. ഈ വോക്കൽ കോഡ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് അകന്ന് നിൽക്കായിരിക്കും. ഓക്കെ. വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റബ്ബർ ബാൻഡ് പോലത്തെ ഒരു സംഗതിയാണ്. അത് വേറിട്ട് അകന്ന് നിൽക്കുന്നത് കൊണ്ട് പിന്നെ ശ്വാസം ഒന്നിച്ച് പുറത്തു വരികയും ശബ്ദം മൃദുവായി കേൾക്കുകയും ചെയ്യുന്നു. ഓക്കെ. വോക്കൽ കോഡ് റിലാക്സ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് വിറയൽ സംഭവിക്കാതിരിക്കുകയും, ഓക്കെ, അങ്ങനെ യോജിച്ച് നിൽക്കുമ്പോഴാണ് വിറയൽ സംഭവിക്കൽ. ഓക്കെ. ഇത് വേറിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന് ആ വൈബ്രേഷൻ ഉണ്ടാവില്ല. ശ്വാസം ഒന്നിച്ച് പുറത്തു വരികയും ശബ്ദം മൃദുവായി കേൾക്കുകയും ചെയ്യുന്നു. ഓക്കെ. എഫ്, എഫ് പറയുമ്പോൾ പിന്നെ എന്താണ്? ശ്വാസം നല്ലോണം ഒഴുകണുണ്ട്, ഫ്രീ ആയിട്ട് ഒഴുകണുണ്ടല്ലോ. എഫ്, ഫ വെച്ചിട്ട് നോക്കുക. ഫ, എഫ്. ഓക്കെ. കയ്യിലേക്ക് ശ്വാസം വരുന്നുണ്ടോ നോക്കുക. എഫ്. ഓക്കെ. ഇനി കൈ വെച്ചിട്ട് നോക്കുക. പിന്നെ ഹ, എഹ്, എഹ്, എഹ്. ഓക്കെ. ശ്വാസം കയ്യിലേക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ സ, മൂന്നാമത്തത് എസ്, എസ്. സുക്കൂൻ ഇട്ടിട്ട് നോക്കുക. എസ്,
അല്ലെങ്കിൽ ഏത് ഹർക്കത്തിട്ടാലും കുഴപ്പമില്ല. അഫ അഫ. ഓക്കെ. ഇനി നെക്സ്റ്റ് 4-മത്തത് ഹ. നമ്മൾ പറഞ്ഞ 10 അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. ഹ. ഓക്കെ. അഹ് അഹ് ഇഹ് ദീന ഇഹ് ദീന ഇഹ്. കൈമലേക്ക് കാറ്റ് വരും. ഓക്കെ. ഇനി ഷീന് സുക്കൂനിട്ടിട്ട് കയ്യിലേക്ക് നോക്കുക കാറ്റ് വരുന്നുണ്ടെന്നുള്ള. അഷ് അഷ് അഷ്. ഓക്കെ. പിന്നെ ഹോ എഹ് എഹ്. ഓക്കെ. ഇനി സോദ് എസ് എസ്. കാറ്റ് വരുന്നുണ്ടോ നോക്കാം. എസ്. ഇനി സീന് എസ് എസ് എസ്. ഓക്കെ. ഇനി കാഫ്. കാഫ് അതാണ് അക്ക്. അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും കാറ്റ്. കാഫിനും താക്കും നമ്മൾ അപ്ലൈ ചെയ്യണം. അക്ക് അക്ക്. ഓക്കെ. അക്ക്. പിന്നെ താക്കും അത്ത് അത്ത് അത്ത്. ഇത് നമ്മൾ ഈ 2 അക്ഷരങ്ങൾക്കും നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യണം. ബാക്കിയൊക്കെ തനിയെ വരും. അപ്പോൾ അക്ഷരങ്ങൾ ഇതൊക്കെയാണ്. ഫഹു ഷഹ്സുൻ സകത്ത്. ഓക്കെ. ഈ 10 അക്ഷരങ്ങളല്ലാത്ത ബാക്കി 19 അക്ഷരങ്ങളും ജഹറിലാണ് വരുന്നത്. ഓക്കെ. ഹംസിൻ്റെ അക്ഷരങ്ങളല്ലാത്ത ബാക്കി 19 അക്ഷരങ്ങളും വരുന്നത് ഏതാണ്? ജഹറിൽ. ഓക്കെ. ജഹറിൽ എങ്ങനെയാണ്? വോക്കൽ കോഡ് ഇങ്ങനെ ക്ലോസ് ഇങ്ങനെ അടുത്തടുത്താണ് ഉണ്ടാവുക. ജഹറിൽ വോക്കൽ കോഡ് ഇങ്ങനെ വളരെ അടുത്തായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ആ സ്ട്രെസ് കൊണ്ട് അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഓക്കെ. ഫോർ എക്സാമ്പിൾ തൊണ്ടയിൽ കൈ വെച്ച് നോക്കുക. വോക്കൽ കോഡിൻ്റെ അവിടെ കൈ വെച്ചിട്ട് പറഞ്ഞു നോക്കുക. അസ് അസ്. വൈബ്രേഷൻ ഫീൽ ചെയ്യും. അസ്. നേരെ മറിച്ച് അസ് അസ് പറയുമ്പോൾ അത്ര വൈബ്രേഷൻ ഫീൽ ചെയ്യൂല. ഓക്കെ. തൊണ്ടയിൽ കൈ വെച്ച് എഫ് എഫ് പറയുമ്പോൾ അത്ര വൈബ്രേഷൻ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഔ ഔ വൗ പറയുമ്പം ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും വോക്കൽ കോഡിൻ്റെ അവിടെ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? വോക്കൽ കോഡ് വളരെ അടുത്തടുത്തായതുകൊണ്ട് വിറയൽ അനുഭവിക്കുകയും ഓക്കെ. അതായത് വിറയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈബ്രേഷൻ അനുഭവിക്കുകയും ശ്വാസത്തിൻ്റെ അധിക ഭാഗവും തടഞ്ഞു വെക്കുകയും അങ്ങനെ ശബ്ദം വ്യക്തമായി കേൾക്കുകയും ചെയ്യുന്നു. ആ വൈബ്രേഷന്മേലാണ് സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ. വൈബ്രേഷന്മേലാണ് സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലെന്താണ്? ശ്വാസം ഒഴുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സിഫാണ് ഇത്. അപ്പോൾ ഹംസിൽ എങ്ങനെ ആയിരിക്കും? ഈ വോക്കൽ കോഡ് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് ശ്വാസം നന്നായിട്ട് ഒഴുകും. ഫ്രീ ഫ്ലോയിങ് ആണ്. നേരെ മറിച്ച് ജഹറിൽ വോക്കൽ കോഡ് ഇങ്ങനെ ക്ലോസ് ആയതുകൊണ്ട് വളരെ അടുത്തായതുകൊണ്ട് ശ്വാസം ഫ്രീ ഫ്ലോയിങ് അല്ല. ഓക്കെ. ശ്വാസം ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ബാക്കി 19 അക്ഷരങ്ങളിലും ശ്വാസം ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഹംസിൻ്റെ 10 അക്ഷരങ്ങളിൽ മാത്രമാണ് ശ്വാസം ഫ്രീ ആയിട്ട് ഒഴുകുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ സീനും സായും ഫോട്ടോയിൽ കാണുന്നുണ്ട്. സീന് പറയുമ്പോൾ വോക്കൽ കോഡ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. അസ്. അപ്പോൾ നന്നായിട്ട് കാറ്റ് ഒഴുകും. അപ്പോൾ കയ്യിലേക്ക് അസ് നല്ലോണം കാറ്റ് ഫീൽ ചെയ്യും. പിന്നെ കൈ തൊണ്ടയിൽ വോക്കൽ കോഡിൻ്റെ അവിടെ വെച്ചാൽ ആഡംസ് ആപ്പിൾ വോക്കൽ കോഡൊക്കെ അല്ലേ അവിടെ വെച്ചാൽ വൈബ്രേഷൻ തരിപ്പ് ഫീൽ ചെയ്യൂല. അസ് ട്രൈ ചെയ്ത് നോക്കാം. അസ്. തരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? തരിപ്പ് ഫീൽ ചെയ്യൂല. ഹംസിൻ്റെ അക്ഷരങ്ങൾക്ക് തരിപ്പ് ഫീൽ ചെയ്യൂല. വോക്കൽ കോഡ് ഓപ്പൺ ആയിരിക്കും. അസ്. ഓക്കെ. നേരെ മറിച്ച് നീ സ ട്രൈ ചെയ്ത് നോക്കാം. സാക്ക് തൊണ്ടയിൽ കൈ വെച്ച് നോക്കുക. ജഹറിൻ്റെ അക്ഷരമായതുകൊണ്ട് വോക്കൽ കോഡ് ഇതേപോലെ ഓപ്പൺ അല്ല, ക്ലോസ് ആയിരിക്കും. അപ്പം എന്താണ്? വൈബ്രേഷൻ ഉണ്ടാവും, വിറയലുണ്ടാവും. ഓക്കെ. അസ് അസ് അസ്. തൊണ്ടയിൽ കൈ വെച്ചിട്ട് നോക്കാം. അസ്. ഓക്കെ. പിന്നെ കയ്യിൽ അത്ര കാറ്റും വരില്ല. അസ്. മറ്റേ സീൻ്റെ അപേക്ഷിച്ചിട്ട് കാറ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ. അപ്പം അതായിരുന്നു ഹംസ് ജഹർ. ഓക്കെ. ഇനി നെക്സ്റ്റ് സിഫ നമ്മൾ നോക്കുന്നത് ഷിദ്ദ റഹവ ബൈനിയ. ഓക്കെ. ഇത് ആദ്യത്തെ സിഫ എന്തായിരുന്നു? ശ്വാസത്തിൻ്റെ ഒഴുക്കായിരുന്നു നമ്മൾ നോക്കുന്നത്. ബ്രെത്ത് ഫ്ലോ. ഓക്കെ. എയർ ഫ്ലോ അല്ലെങ്കിൽ ബ്രീത്ത് ഫ്ലോ ചെയ്യുന്നത് ശ്വാസം. ഓക്കെ. നേരെ മറിച്ച് ഇനി അടുത്ത് നമ്മൾ ശബ്ദത്തിൻ്റെ ഒഴുക്ക് വെച്ചിട്ട് ആണ് അക്ഷരങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അഷിദ്ദ റഹവ അൽബൈനിയ. ഷിദ്ദ പറഞ്ഞാൽ എന്താണ്? ഷിദ്ദ. അപ്പോൾ എന്താണ്? ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ശബ്ദത്തിൻ്റെ സ്വതന്ത്രമായ ഒഴുക്ക് തടഞ്ഞു വെക്കൽ അനുസരിച്ച് അക്ഷരങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ. ഇനി ഷിദ്ദ എന്താണെന്ന് നോക്കാം നമുക്ക്.
ശബ്ദത്തിൻ്റെ തടഞ്ഞു വെക്കൽ. ഷിദ്ദ പറഞ്ഞാൽ എന്താണ്? ശബ്ദം ബ്ലോക്ക് ആയിരിക്കും, മഹ്റജിൽ ബ്ലോക്കായി കിടക്കും, മഹ്റജ് ക്ലോസ് ആയി പോവും, എന്നിട്ട് ശബ്ദം അവിടെ ബ്ലോക്കായി പോവും, ബ്ലോക്കായി കിടക്കും. ഓക്കെ, അപ്പം ഓരോന്നും നോക്കാം നമുക്ക്. ഷിദ്ദയുടെ 8 അക്ഷരങ്ങളെ താഴെ കാണും വിധം ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. ഒരുമിച്ച് എന്താ പറയുക? എല്ലാവരും ഒന്ന് പറയും. അജിദു ഖത്തൈൻ ബക്കത്ത്, അജിദു ഖത്തൈൻ ബക്കത്ത്, അജിദു ഖത്തൈൻ ബക്കത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഷിദ്ദ പറഞ്ഞാൽ? എന്താണ്? മഹ്റജിൻ്റെ മുഴുവനായ അടയൽ നിമിത്തം ശ്വാസത്തിൻ്റെ ഒഴുക്ക് തടയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഫോട്ടോ കണ്ടാൽ അറിയാം ജീമിൻ്റെ മഹ്റജാണിത് അല്ലേ. അപ്പോൾ ജീം കണ്ടോ? സൗണ്ട് ഏറോ മാർക്ക് കാണുന്നതാണ് സൗണ്ട്. ജീമിൻ്റെ മഹ്റജ് എന്താണ്? നാവിൻ്റെ നടുഭാഗവും മേലെ അണ്ണാക്കും തമ്മിൽ നന്നായി ചേർന്നിട്ട്. ഓക്കെ, അപ്പോൾ ചേരുമ്പോൾ എന്തായി? ഇവിടെ സൗണ്ട് ബ്ലോക്കായി, സൗണ്ട് ബ്ലോക്കായി. കാരണം നല്ല ഒട്ടിച്ചേർന്നു. പിന്നെ സൗണ്ടിന് ഒഴുകാനൊക്കെ സ്ഥലമില്ല, നമ്മൾ മഹ്റജ് ബ്ലോക്കാക്കി. ഓക്കെ, അപ്പം ആ സൗണ്ടിനെ പിന്നെ പുറത്തേക്ക് ആക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാണ് കൽക്കല എന്ന് പറയുന്നത്. അജ് അജ്. ഓക്കെ, നമ്മൾ കൽക്കല പിന്നെ ചെയ്തിട്ട് സൗണ്ടിനെ റിലീസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഇനിയിപ്പോൾ ബാക്കി അക്ഷരങ്ങൾ നോക്കാം. ഹംസക്ക് സുക്കൂൻ, ഇതൊക്കെ സുക്കൂൻ ഇട്ടിട്ട് നോക്കാം. ഹംസക്ക് സുക്കൂൻ ഇട്ടിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ ഈ വോക്കൽ കോഡാണല്ലോ ഹംസൻ്റെ മഹ്റജ്. അപ്പോൾ വോക്കൽ കോഡ് ക്ലോസ് ചെയ്ത് ആ മഹ്റജ് ക്ലോസ് ചെയ്ത് അപ്പോൾ വോക്കൽ കോഡ് ക്ലോസ് ചെയ്താൽ സൗണ്ടും ബ്രെത്തും ഒന്നും ഒഴുകൂല. ഓക്കെ, ഓക്കെ, അങ്ങനെ. പിന്നെ ഇനി ജീം നോക്കാം നമുക്ക്. ജീമിൻ്റെ മഹ്റജ് അതിപ്പോൾ നമ്മൾ അത് എന്താണ്? നാവിൻ്റെ നടുഭാഗവും മേലെ അണ്ണാക്കും തമ്മിൽ ചേരുന്നത്, അതാണ് ജീമിൻ്റെ മഹ്റജ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? സൗണ്ട് ബ്ലോക്കായി അവിടെ. ഓക്കെ, ഇനി റിലീസ് ചെയ്യാനാണ് നമ്മൾ കൽക്കല ചെയ്യുന്നത്. അജ് അജ്. ഓക്കെ, സൗണ്ടിന് നമ്മൾ റിലീസ് ചെയ്യണം കൽക്കല കൊടുത്തിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ദാൽ അല്ലേ. ദാലിൻ്റെ മഹ്റജ് ഏതാണ്? ത്വർഫുൽ ലിസാനും ലിസയും. ഓക്കെ, പല്ലിൻ്റെ വേര് മുരട് ഭാഗം, പല്ല് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? സൗണ്ട് അവിടെ ബ്ലോക്കായി, അവിടെ ലോക്കായി കിടക്കുന്ന സൗണ്ട്. ഓക്കെ, ലോക്കായിപ്പോയി, ബ്ലോക്കായിപ്പോയി. അത് എന്നിട്ട് ആ ബ്ലോക്ക് റിലീസ് ചെയ്യാനാണ് നമ്മൾ കൽക്കല ചെയ്യുന്നത്. ഓക്കെ, ഒരു ലോക്കാണെങ്കിൽ പിന്നെ അതിൻ്റെ താക്കോല് കൽക്കല എന്ന് പറയാം. ഓക്കെ, ആ സൗണ്ടിനെ റിലീസ് ചെയ്യാണ്. ഓക്കെ, അത്. ഓക്കെ, അങ്ങനെ. ഇനി ഖാഫിൻ്റെ മഹ്റജ് ഏതാണ്? അഖ്സൽ ലിസാനും മേലെ അണ്ണാക്കിലെ മാംസളമായ ഭാഗവും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെയും സൗണ്ട് അവിടെ ആ മേലെയും താഴെയും തമ്മിൽ ഒട്ടി ചേർന്നിട്ട് സൗണ്ട് അവിടെ ബ്ലോക്കായി കിടക്കുക, കുരുങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല, കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല ഞാൻ ഏത് അക്ഷരമാണ് പറയുന്നത്. അത്രേ കേൾക്കുള്ളൂ. പിന്നെ സൗണ്ടിനെ റിലീസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? കൽക്കല കൊടുക്കും. ഓക്കെ, അതേപോലെ തന്നെ ഓക്കെ, പോൻ്റെ മഹ്റജ് ഏതാണ്? ത്വർഫുൽ ലിസാനും പിന്നെ ലിസൻ്റെ ഭാഗവും, അതായത് ഗംസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം അല്ലെ പല്ലിൻ്റെ മുരട്, ഗംസും പല്ലും കൂട്ടി മുട്ടണ ഭാഗം. ഓക്കെ, അവിടെയും ഇതേപോലെ സൗണ്ട് ബ്ലോക്ക് ആവുക ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവണില്ലല്ലോ ഏത് സൗണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ ആ ബ്ലോക്ക് റിലീസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? കൽക്കല ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ലെറ്റർ ബായോ അതേപോലെ തന്നെ. 2 ചുണ്ടിൽ നിന്നാണ് ബാ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 2 ചുണ്ടും കൂട്ടിയാൽ സൗണ്ട് ഇവിടെ ബ്ലോക്ക് ആയി, സൗണ്ട് ബ്ലോക്കായി. ഓക്കെ, മഹ്റജ് മേലെ താഴെയും ക്ലോസ് ആയി. ഓക്കെ, ഓക്കെ, ഇനി ആ ബ്ലോക്ക് റിലീസ് ചെയ്യാനാണ് നമ്മൾ കൽക്കല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജീമ് ദാല് ഖാഫ് ഖുതുബ് ജദ്. ഓക്കെ, അതൊക്കെ നമ്മൾ കൽക്കല ചെയ്യാണ്. ഇനി കാഫു തായോ നമ്മൾ എന്താ ചെയ്യുക? കൽക്കലല്ല ചെയ്യുക കേട്ടോ. മഹ്റജ് അത് സൗണ്ട് റിലീസ് ചെയ്യാൻ നമ്മൾ അതിന് ഒരു കാറ്റിൻ്റെ ശബ്ദം ഹംസ് കൊടുക്കുക ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് കാഫു തായും ഹംസിൻ്റെ ലെറ്ററാണ്. നമ്മൾ ഹംസിൻ്റെ കാറ്റഗറിയിലാണുള്ളത് കാഫും തായും. ഓക്കെ, അപ്പോൾ കാഫു താക്കും എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാഫ് എന്താണ്? കാഫിൻ്റെ മഹ്റജ് ഏതാണ്? അഖ്സൽ ലിസാനും മേലെ അണ്ണാക്കിലെ സോഫ്റ്റ് പാലറ്റും ഹാർഡ് പാലറ്റും ചേരണ ഭാഗത്ത് വെച്ചിട്ട്, ഹനക്കുൽ അഫ്മിയും ഹനക്കുൽ ലഹ്മിയും ചേരണ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ കാഫ് പറയുന്നത്.
കാഫിന് സുക്കൂനാണെങ്കിൽ അവിടെ സൗണ്ട് ബ്ലോക്ക് ആയി കിടക്കാണ്. അക് അക്. ഓക്കെ. ഇനി ആ ബ്ലോക്ക് റിലീസ് ചെയ്യുന്നത് നമ്മൾ കൽക്കല ചെയ്തിട്ടല്ല. ഇൻ ദിസ് കേസ് കൽക്കല അല്ല ചെയ്യുന്നത്. അക്ക് അക്ക് അങ്ങനെ ചെയ്യൂല. പകരം എന്താ ചെയ്യുക, ഹംസ് ചെയ്യുക. ഒരു കാറ്റ് ശ്വാസം, ഒരു ശ്വാസത്തിൻ്റെ ഒരു ബേസ്റ്റ് ഓഫ് ഇത് കൊടുക്കുക ചെയ്യുന്നത്. ഒരു ഇത് അക്ക് അക്ക്. ഓക്കെ. ഇപ്പം നമ്മളൊരു പെപ്സിക്കാൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് എയർ നിറച്ചത്, അത് പെട്ടെന്ന് തുറക്കുമ്പോൾ എന്താ അക്ക്, ഒരു ബേസ്റ്റ് ഓഫ് എയർ. ഓക്കെ. അക്ക് അക്ക്. ഓക്കെ. അതേപോലെ താക്കും അതന്നെ. മഹ്റജിൽ സൗണ്ട് ബ്ലോക്കായി കിടക്കാണ്. മഹ്റജ് മുഴുവനായിട്ട് അടഞ്ഞു പോവാണ്. ഈ അക്ഷരങ്ങൾക്കൊക്കെ മഹ്റജ് ഫുള്ളായിട്ട് അടഞ്ഞു പോവാണ്. ഓക്കെ. താൻ്റെ മഹ്റജ് ഏതാണ്? തൊർഫുൽ ലിസാനും അത് മറ്റേ പല്ലും ഗംസും കൂട്ടിമുട്ടുന്ന ആ ഭാഗം, ലിസൻ്റെ അവിടെ. ഓക്കെ. അപ്പം എങ്ങനെയാണ് സൗണ്ട് അവിടെ മഹ്റജ് ബ്ലോക്ക് ആവാണ്, സൗണ്ട് അവിടെ കുടുങ്ങി പോവാണ്. ഓക്കെ. അപ്പം ഈ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ കേൾവിക്കാരനക്ക് മനസ്സിലാവില്ല അത് ഏത് അക്ഷരമാണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പം ആ സൗണ്ടിനെ നമുക്ക് റിലീസാക്കി കൊടുക്കണം. അപ്പോൾ ഇൻ ദിസ് കേസ് താലു നമ്മളിങ്ങനെ റിലീസ് ചെയ്യുക, കൽക്കല ചെയ്യൂല. അത്ത് കൽക്കല ചെയ്യൂല. പകരം എന്താ ചെയ്യുക, ഹംസ് കൊടുക്കും. ശ്വാസം ഒരു ഫോഴ്സ്ഫുള്ളി ഒരു ശ്വാസം കൊടുക്കും. അത്ത് അത്ത് കാനത്ത് കാനത്ത്. ഓക്കെ. ഒരു ശ്വാസം കൊടുക്കുക ചെയ്യാം നമ്മൾ. ഓക്കെ. അപ്പോൾ അതായിരുന്നു ഷിദ്ദ ലെറ്റേഴ്സ്. മഹ്റജിൻ്റെ മുഴുവനായ അടയൽ നിമിത്തം ശബ്ദത്തിൻ്റെ ഒഴുക്ക് തടയപ്പെട്ടിരിക്കുന്നു. ശബ്ദത്തിൻ്റെ ഒഴുക്ക് തടയപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി നോട്ട് ചെയ്യുക. നമ്മൾ ഇവിടെ ഈ ഇതിൽ ഈ ഷിദ്ദ റഹാവ ബൈനിയ എന്ന് പറഞ്ഞാൽ ഏത് സിഫാണ് പഠിക്കുന്നത്? ശബ്ദത്തിൻ്റെ ഒഴുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള സിഫ. ഓക്കെ. ഈ നേരെ മറിച്ച് ഹംസ് ജഹർ എന്തായിരുന്നു? ശ്വാസത്തിൻ്റെ ഒഴുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള സിഫ. ഓക്കെ. ഇനി എന്താണ് ബൈനിയ. ഓക്കെ. ഷിദ്ദ ബൈനിയ റഹാവ. ഇനി ഷിദ്ദ നമ്മൾ കഴിഞ്ഞു. ഇനി ബൈനിയ പറഞ്ഞാൽ എന്താണ്? മഹ്റജ് പാർഷ്യലി ബ്ലോക്ക്ഡ് ആണ്. ശബ്ദത്തിൻ്റെ ഭാഗികമായ തടഞ്ഞു വെക്കൽ. മഹ്റജ് പാർഷ്യലി ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ. പിന്നെ ബൈനിയുടെ അക്ഷരങ്ങളെ താഴെ കാണും വിധം ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. ബൈനിയൻ്റെ അക്ഷരങ്ങളെ ഒരുമിച്ച് എന്താ പറയുക? ലിൻ ഉമർ. ഓക്കെ. ലാമ്, നൂന്, ഐന്, മീമ്, റോ. മഹ്റജിൻ്റെ ഭാഗികമായ അടയൽ നിമിത്തം ശബ്ദത്തിൻ്റെ ഒഴുക്ക് ഭാഗികമായി തടയപ്പെട്ടിരിക്കുന്നു. മഹ്റജ് പാർഷ്യലി ക്ലോസ്ഡ് ആണ്. ഈ ഷിദ്ദ പോലെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് അല്ല. ഓക്കെ. കുറച്ചൊക്കെ സൗണ്ട് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, എന്നാൽ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് പോവില്ല. അപ്പോൾ അത് ഈ അക്ഷരങ്ങളുടെയൊക്കെ സ്വഭാവമാണത്. ലിൻ ഉമർ എന്നല്ല, ലാമ്, നൂന്, ഐന്, മീമ്, റോ. ഓക്കെ. ഇനി ഈ ലാമ് ലാമിൻ്റെത് എങ്ങനെയാണെന്ന് നോക്കാം. സൗണ്ട് പാർഷ്യലി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ലാമിൻ്റെ മഹ്റജ് എന്താണ്? ഹാഫത്തുൽ ലിസാന്, ഹാഫത്തുൽ ലിസാന് മേലെ ഹനക്കുൽ മുഖദ്ദിമിൻ്റെ അവിടെ കുറേ ഭാഗം നമ്മൾ മുകളിൽ പറ്റിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സൗണ്ട് ബ്ലോക്കായി. അൽ എന്ന് പറയുമ്പം 8 പല്ലിൻ്റെ അത്രയും ലെങ്ത്തിൽ, പ്രീമോളാർസ് വരെയുള്ള അത്രയും നീളത്തിൽ ഗംസിൻ്റെ അവിടെ നാവിൻ്റെ പിന്നെ ഹാഫത്തുൽ ലിസാൻ, നാവിൻ്റെ സൈഡ്സ് നമ്മൾ പറ്റിച്ച് വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലേക്കൂടെ സൗണ്ടിന് ഒഴുകാൻ പറ്റൂല. പിന്നെ സൗണ്ട് ഈ സൈഡിൽ കൂടാണ് ഒഴുകണത്. ഈ 2 ഫോട്ടോയിലും കണ്ട് ഈ സൈഡിൽ കൂടാണ് ലാമിൻ്റെ സൗണ്ട് ഒഴുകണത്. അപ്പം എന്താണ്? കംപ്ലീറ്റ് ബ്ലോക്ക് അല്ല. നമ്മൾ കാഫ് എന്നൊക്കെ പറഞ്ഞ പോലെ എന്താണ് പാർഷ്യലി ഫ്ലോയിങ് ആണ്. സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് സൗണ്ട് ഒഴുകാൻ. ഓക്കെ. ഈ ഫോട്ടോ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. ഓക്കെ. ഫുള്ള് ഫ്രീ ഫ്ലോയിങ്ങും അല്ല, കംപ്ലീറ്റ് ബ്ലോക്കും അല്ല, പാർഷ്യൽ ബ്ലോക്കിങ്ങോ ഉള്ളൂ. The partial flow of the sound when pronouncing lam is due to the interception of the tip of the tongue to its release. Front view of the mouth when pronouncing front view the മൗത്തിൻ്റെ when pronouncing the letter lam. നാവിൻ്റെ മേൽഭാഗമൊക്കെ അവിടെ ഇങ്ങനെ പറ്റി ഒട്ടി നിൽക്കുകയാണ്. പ്രീമോളാർസ് വരെ, അതായത് 8 പല്ലിൻ്റെ അത്രയും ലെങ്ത്തിൽ മേലെ സൈഡ് നല്ലോണം ഒട്ടിച്ച് വെക്കണം. നമ്മൾ മലയാളത്തിലത്തെ ലാ പറയുന്ന പോലെ അല്ല, അറബിക്കിലല്ല. ആ സൈഡ്സ് തന്നെ നല്ലോണം മുകളിലേക്ക് ഇങ്ങനെ ബോർഡർ മുകളിൽ നല്ല ഒട്ടി നിൽക്കണം. അപ്പോൾ പിന്നെ സൈഡിൽ കൂടാണ് സൗണ്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് സൈഡിൽ കൂടാണ് പുറത്തേക്ക് വരുന്നത്. അത് ഈ ഫോട്ടോയിൽ നമുക്ക് കാണാൻ പറ്റും ഇൻഷാ അല്ലാ. പിന്നെ നെക്സ്റ്റ്
നൂനിൻ്റെയും മീമിൻ്റെയും നൂനും മീമും എങ്ങനെ ഈ ബൈനിയയിലെത്തി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നൂനും മീമും. ഇപ്പം ഒന്നാമത്തത് മീമിൻ്റെ നമുക്ക് നോക്കാം. മീം എങ്ങനെയാണ്? മീമിൻ്റെ മഹ്റജ് എന്ന് പറഞ്ഞാൽ രണ്ട് ചുണ്ട്, ഷഫത്താൻ അല്ലേ. അപ്പോൾ നമ്മൾ വായ പൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ വായ പൂട്ടി. പിന്നെ അപ്പോൾ വായ കൂടെ സൗണ്ട് ഒഴുകൂലല്ലോ. വായ പൂട്ടിയാൽ പിന്നെ വായ കൂടെ സൗണ്ട് ഒഴുകൂല. വായ കൂടെ സൗണ്ട് ഒഴുകൂല. ഏതിലെ കൂടാണ് ഒഴുകുന്നത്? തരിമൂക്കി കൂടെ, ഹൈഷൂമി കൂടാണ് ഒഴുകുന്നത്. ഓക്കെ, അപ്പം എന്തായി? പാർഷ്യലി ബ്ലോക്കാണ്. ഓക്കെ, പാർഷ്യലി ഫ്ലോയിങ് ആണ്. വായൻ്റെ ഭാഗം ബ്ലോക്കാണ്. രണ്ട് മഹ്റജാണല്ലോ, മീമിനും നൂനിനും അല്ലേ, ഷഫത്താനും ഹൈഷൂമും. ഓക്കെ, അപ്പോൾ ഷഫത്താൻ്റെ ഭാഗം ബ്ലോക്കാണ്, ഹൈഷൂമിൻ്റെ ഭാഗത്തു കൂടാണ് പിന്നെ സൗണ്ട് ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഫുൾ ഫ്രീ ഫ്ലോയിങ് അല്ല. ഓക്കെ, നമ്മൾ എസ് എന്നൊക്കെ പറയുന്ന പോലെ, എസ് എസ് എഫ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്രീ ഫ്ലോയിങ് അല്ല. നേരെ പക്ഷേ ശുദ്ധ ലെറ്റേഴ്സിനെ പോലെ കംപ്ലീറ്റ് ബ്ലോക്കും അല്ല. ഓക്കെ, പാർഷ്യലി ഫ്ലോ ചെയ്യുന്നുണ്ട് ഇവിടെ മീമിൻ്റെ കേസിൽ. അത് തന്നെ നൂനിൻ്റെ കേസിലും. പക്ഷേ ആകെ വ്യത്യാസം എന്താണ്? നൂനിൻ്റെ മഹ്റജ് ത്വർഫുൽ ലിസാനാണ്. ത്വർഫുൽ ലിസാനും ഹനക്കുൽ മുഖദ്ദിമും. ഹനക്കുൽ മുഖദ്ദിമ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഊണിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ലൈൻസ് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ്. അപ്പോൾ ത്വർഫുൽ ലിസാനും ഹനക്കുൽ മുഖദ്ദിമും അവിടെ തമ്മിൽ നല്ലോണം ചേരുന്നുണ്ട്. അപ്പോൾ അതിലെ കൂടെ പിന്നെ സൗണ്ടിന് ഒഴുകാൻ പറ്റില്ല. അൻ എന്ന് പറയുമ്പോൾ അതിലെ കൂടെ സൗണ്ടിന് ഒഴുകാൻ പറ്റില്ല. പിന്നെ മൂക്കിൽ കൂടെ ആണ് സൗണ്ട് ഒഴുകണത്. ഓക്കെ, അത് പിന്നെ എന്താണ് അത് നോക്കണമെങ്കിൽ പിന്നെ നൂനിന് ശ്രദ്ധ ഇട്ടിട്ട് മൂക്ക് പൊത്തിയിട്ട് ട്രൈ ചെയ്തൊക്കെ സൗണ്ട് കുറഞ്ഞു പോകും. കാരണം എന്താണ്? ഇപ്പോഴാണ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയത് മൂക്ക് പൊത്തിയപ്പോൾ. ഓക്കെ, അപ്പം സൗണ്ട് പാർഷ്യലി ഫ്ലോയിങ് ആണ്, ഫ്രീ ഫ്ലോയിങ് അല്ല. വായക്കൂടെ ഒഴുകണില്ല, മൂക്കിൽ കൂടാണ് ഒഴുകുന്നത്. അപ്പം നൂനും മീമും അങ്ങനെയാണ് ബൈനിയയിൽ പെട്ടത്. പിന്നെ ഇനി റോ എങ്ങനെയാണ് ബൈനിയയിൽ പെട്ടത് നമുക്ക് നോക്കാം. ഈ ഫോട്ടോ നോക്കാം. റോൻ്റെ എന്താണ്? ഒരു നേരെ ഗ്യാപ്പിൽ കൂടാണ് സൗണ്ട് പോണത്. ഓക്കെ, നമ്മൾ നാവ് ഇങ്ങനെ പരത്തി വെച്ചിട്ട് റോ പറയാൻ പറ്റില്ല. ത്വർഫുൽ ലിസാനും ഹനക്കുൽ മുഖദ്ദിമും അല്ലേ, അതല്ലേ റോൻ്റെ മഹ്റജ്. അപ്പോൾ അവിടെ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. പാർഷ്യൽ ഫ്ലോ ഓഫ് ദ സൗണ്ട് വെൻ പ്രൊനൗൺസിങ് റോ ഇസ് ഡ്യൂ ടു ദ ഇൻ്റർസെപ്ഷൻ ഓഫ് മോസ്റ്റ് ഓഫ് ദ ടിപ്പ് ഓഫ് ദ ടങ് ടു ഇറ്റ്സ് റിലീസ്. അതായത് നാവിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടാണ് റോൻ്റെ സൗണ്ട് വരുന്നത്. ഒരു ചെറിയൊരു ഗ്യാപ്പ്. അത് ഫ്രണ്ട് വ്യൂ പിന്നെ ഇവിടെ ഈ വൈറ്റ് കളർ കാണുന്ന അത്രയേ ഉള്ളൂ ഗ്യാപ്പ്. അപ്പോൾ എന്താണ്? സൗണ്ട് എന്തോ ചെറിയൊരു ഗ്യാപ്പിൽ കൂടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്താണ്? ഫ്രീ ആയിട്ട് ഒഴുകണില്ല സൗണ്ട്. ഓക്കെ, പിന്നെ അതുകൊണ്ടാണ് നാവിൻ്റെ അറ്റത്ത് ഒരു പെടക്കൽ പോലെ എന്നുള്ള ഒരു പെടക്കൽ വരുന്നത്, ഫ്രീ ഫ്ലോയിങ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം റോ അങ്ങനെയാണ് ബൈനിയയിൽ പെട്ടത്. ഇനി അയിൻ്റെത് അയിനും ഉണ്ട്. പിന്നെ അയിൻ്റെത് എങ്ങനെയാണ്? അയിനെങ്ങനെ ലിൻ ഉമർ അല്ലേ. അപ്പോൾ അയിനെന്നെ എങ്ങനെ ഇതിൽ വന്ന് ബൈനിയയിൽ വന്ന്? അയിന് എപ്പിഗ്ലോട്ടിസ്, ലിസാനുൽ മിസ്മാർ, എപ്പിഗ്ലോട്ടിസ് നല്ലോണം ബാക്കോട്ടേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ സൗണ്ടിന് പിന്നെ നേരെ ഒരു ഗ്യാപ്പിൽ കൂടാണ് സൗണ്ട് വരുന്നത് പുറത്തേക്ക്. പാർഷ്യൽ ഫ്ലോ ഓഫ് ദ സൗണ്ട് വെൻ പ്രൊണൗൺസിങ് അയിൻ ഡ്യൂ ടു ദ വിഡ്രോവൽ ഓഫ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് ബാക്കിലേക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ഒരു തൊണ്ടയിൽ ഒരു ഇടുക്കുണ്ട് അയിന് പറയുമ്പോൾ ഒരു ഇടുക്കുണ്ടല്ലോ. അപ്പോൾ എന്തായി? സൗണ്ട് ഫ്രീ ആയിട്ട് ഫ്ലോ മലൂൻ എന്ന് പറയുമ്പോൾ എന്താ? സൗണ്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യില്ല, എന്നാൽ കംപ്ലീറ്റ് ബ്ലോക്കും അല്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് അയിന് പിന്നെ ഇതിൽ വന്നത്, ബൈനിയയിൽ വന്നത്. ബൈനിയ എന്ന് പറഞ്ഞാൽ മിഡിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് റൊഹാവ എന്താണെന്ന് നോക്കാം ഇൻഷാല്ലാ. ഓക്കെ, നമ്മളിപ്പം ഷിദ്ദ പറഞ്ഞ് ശബ്ദം ബ്ലോക്ക് ആവാണ് മഹ്റജിൽ വെച്ചിട്ട്. ബൈനിയ എന്താണ്? മഹ്റജിൽ വെച്ചിട്ട് ഫുള്ളി ബ്ലോക്കും അല്ല, എന്നാൽ മഹ്റജ് ഫുള്ളി ഓപ്പണും അല്ല. പാർഷ്യലി ശബ്ദം പാർഷ്യലി ബ്ലോക്കാണ്. ശബ്ദത്തിൻ്റെ കുറച്ച് ഭാഗമാണ് ഒഴുകുന്നത്. ഓക്കെ, കുറച്ച് ഒരു പ്രയാസപ്പെട്ടിട്ടാണ് ഒഴുകുന്നത്, ഫ്രീ ഫ്ലോയിങ് അല്ല. ഓക്കെ, ഇനി റഹാവ് എന്താണ്? ശബ്ദത്തിൻ്റെ സ്വതന്ത്രമായ ഒഴുക്ക്. ബാക്കി വരുന്ന 16 അക്ഷരങ്ങളാണ് റഹാവയുടെ അക്ഷരങ്ങൾ. മഹ്റജ് പൂർണ്ണമായി തുറന്നിരിക്കുന്നത് കൊണ്ട് ശബ്ദം സ്വതന്ത്രമായി ഒഴുകുന്നു. അപ്പം നമുക്കിപ്പോൾ നോക്കാം. എഫ് എന്ന് പറയുമ്പോഴെന്താണ്? എഫ് അവിടെ ബ്ലോക്കൊന്നുമില്ല. ഫാൻ്റെ മഹ്റജ് ഏതാണ്? കീഴ്ചുണ്ടും മേലെ പല്ലിൻ്റെ അറ്റവും അല്ലേ. പിന്നെ അവിടെ എഫ്
അങ്ങനെ സൗണ്ട് ബ്ലോക്ക് അല്ലല്ലോ, ഫ്ലോ ഒരു ഗ്യാപ്പ് ഉണ്ട് സൗണ്ട് ഒഴുകാൻ. പിന്നെ അതേപോലെ എസ്, ഓക്കെ, എഹ്, ഹ, ഹ, ഇതൊക്കെ ഹ, ഇഹ്, ദീന, ഇഹ്, ദീന, മഹ്റജ് ബ്ലോക്ക് അല്ലല്ലോ, ഇഹ് സൗണ്ട് ഒഴുകണില്ലേ. അപ്പം അങ്ങനെ ബാക്കി റഹാവിൻ്റെ ലെറ്റേഴ്സിനൊക്കെ അങ്ങനെ നല്ലോണം ബിസ്മി, ബിസ്മി, റഹ്മാനി, റഹ്മാനി, ഓക്കെ. പിന്നെ എന്തായിരുന്നു, വദ്കുർ, വദ്കുർ ദാൽ, ഓക്കെ. അപ്പം ബാക്കി 16 ലെറ്റേഴ്സും റഹവയിലാണ് വരുന്നത്. മഹ്റജിൻ്റെ മുഴുവനായ അടയൽ നിമിത്തം ശബ്ദത്തിൻ്റെ ഒഴുക്ക് വിച്ഛേദിക്കപ്പെടുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഷിദയുടെ അക്ഷരങ്ങൾ അവക്ക് സുക്കൂനുള്ള അവസ്ഥയിലാവുമ്പോൾ കേൾക്കാൻ കഴിയുന്നത്? ഓക്കെ, അക്ഷരത്തിനനുസരിച്ച് താഴെ കാണുന്നതിൽ രണ്ടിൽ ഒരു രീതി സ്വീകരിക്കുന്നു. ഓക്കെ, അജിദു ഖത്തൈൻ ബക്കത്ത്, ഓക്കെ. അതിൽ ഹംസക്ക് പ്രത്യേകമായിട്ടൊന്നും ചെയ്യില്ല, അതങ്ങനെ ബ്ലോക്കായിട്ട് തന്നെയാണ് ഉള്ളത്. ജീമ്, ദാല്, ഖാഫ്, ത്വ, ബ, ഇതിനൊക്കെ എന്താണ് കൽക്കല ചെയ്യുന്നത്. ഈ പച്ച കളർ കാണുന്ന ലെറ്റേഴ്സിനൊക്കെ കൽക്കല ചെയ്യാണ്. അപ്പം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ജ്, മഹ്റജ് സ്വല്പം മാത്രം തുറന്ന് ശബ്ദത്തെ പുറത്തേക്ക് വിടുന്നു. കൽക്കല പറഞ്ഞാൽ എന്താണ്, മഹ്റജ് കുറച്ച് മാത്രം തുറന്നിട്ട് ശബ്ദത്തെ നമ്മളൊന്ന് റിലീസാക്കാണ്. ഓക്കെ, ഖുതുബ് ജദ്ദിന്, ഓക്കെ, ഖുതുബ് ജദ് കൽക്കല, ജീമ്, ദാല്, ഖാഫ്, ത്വ, ബ, ഈ 5 അക്ഷരങ്ങൾക്ക്. ഇനി കാഫും തായും നേരത്തെ പറഞ്ഞ് മഹ്റജ് സ്വല്പം മാത്രം തുറന്ന് കുറച്ച് ശ്വാസത്തെ പുറത്തു വിടുന്നു. കൽക്കലക്ക് എന്തെയ്യുന്നു, നമ്മൾ ശബ്ദത്തിനെ ഒന്ന് റിലീസാക്കാണ്. കാഫിനും താക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, ശ്വാസത്തിനെ കുറച്ച് പുറത്തേക്ക് വിടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സൗണ്ടിനെ ഒന്ന് റിലീസാക്കി കേൾവിക്കാരൻ്റെ അറിയണ്ടേ ഏത് അക്ഷരമാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് ഈ സിസ്റ്റമൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഹംസക്ക് എന്താണ്, അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം, പ്രത്യേകമായിട്ട് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഹംസക്ക് സുക്കൂന് വരുമ്പോൾ അങ്ങനെ തന്നെ ഉച്ചരിക്കുന്നു, അതായത് വോക്കൽ കോഡ് പൂർണ്ണമായി അടഞ്ഞു തന്നെ ഇരിക്കുന്നു. സമ, ഓക്കെ, സമ ക്ലോസ് ആയിട്ട് നോക്കും. ഓക്കെ, ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. അപ്പം അതായിരുന്നു ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്. പിന്നെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.